ലെഗിൻസ് ഒക്കെ നമ്മളടുത്ത് എത്ര സ്റ്റാർട്ടിംഗ് വരുന്നത്? 45 റുപ്യ മുതൽ കുട്ടികളുടെ സ്റ്റാർട്ട് ആവും. വെറും 45 റുപ്യ മുതൽ ലെഗിൻസ് ഫ്രഷ് മെറ്റീരിയൽ ആയിരിക്കും. എക്സ്പോർട്ട് പോകുന്ന സാധനമായിരിക്കും. 100% കോട്ടൺ ആയിരിക്കും. 100% കോട്ടൺ. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുപ്പൂർ കാതർപേട്ടിലുള്ള ലക്കി ഡ്രീംസ് എന്ന് പറയുന്ന ലേഡീസിന്റെ ബോട്ടം വെയർ ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഇവർ A to Z കാര്യങ്ങൾ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇവർക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവരുടെ സ്ഥാപനം ഉള്ളത് നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി റൈറ്റ് സൈഡിലേക്ക് കുറച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ PVS ഹോട്ടൽ എല്ലാവർക്കും അറിയുന്നത്, തിരുപ്പൂർ വരുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. PVS ലോഡ്ജ് ഉണ്ട്. PVS ലോഡ്ജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ റെയിൽവേന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നേരെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇവരുടെ സ്ഥാപനം കാണാൻ പറ്റും. ലക്കി ഡ്രീംസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഫസ്റ്റ് ഫ്ലോറിൽ അല്ലേ? ഫസ്റ്റ് ഫ്ലോറിലാണ്. നമുക്ക് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ 2 വഴിയുണ്ട്. ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് 2 വഴിയുണ്ട്. ആ 2 വഴിയിലൂടെ ഇത് ലെഫ്റ്റിലും കയറാൻ പറ്റും, ഇതിൽ ഇവരുടെ സ്ഥാപനത്തിൽ കയറാൻ പറ്റും. 2 വഴിയിലൂടെ ഏത് വഴിയിലൂടെ വന്നു കഴിഞ്ഞാലും സ്ഥാപനം കാണാൻ പറ്റും. ലേഡീസിന്റെ ബോട്ടം വെയർ ഏകദേശം എത്ര ഐറ്റംസ്? 25+ മോഡൽസ് ബോട്ടം സെറ്റ് മാത്രം. ബോട്ടം സെറ്റ് മാത്രമാണ് ചെയ്യുന്നത്. വേറെ ഐറ്റംസ് ഒന്നും ചെയ്യുന്നില്ല. ടീഷർട്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ബോട്ടം സെറ്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. എല്ലാ ബോട്ടം സെറ്റുകളും. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇപ്പൊ തിരുപ്പൂർ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷനിൽ ഈ നേരെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യ ലോഡ്ജ്, ഇന്ത്യ ഹൗസ് കാണാം, അന്നപൂർണ്ണ ഹോട്ടലിൽ. ആടെ നിന്നാൽ തന്നെ നമ്മൾ ബോർഡ് കാണാം. ബോർഡ് കാണുന്നത് താഴെ നോക്കിയാൽ കാണുന്നത്. നേരെ മുകളിൽ നോക്കിയാൽ 5ാമത്തെ ബിൽഡിങ്ങിന്റെ മുകളിൽ അല്ല, അവിടുന്ന് ശരിക്കും കാണാനുണ്ട്. അന്നപൂർണ്ണയുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ബോർഡ് ശരിക്കും കാണാനുണ്ട്. നമ്മള് ആദ്യം കുറച്ച് ഔട്ടറിലായിരുന്നുണ്ട്. പിന്നെ അത് എന്താക്കി വെച്ചാൽ മാർക്കറ്റിന്റെ ഉള്ളിലാക്കി വെച്ചാൽ വന്നു പോകുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് കമ്പനിയിലായിരുന്നു. അപ്പൊ അത് ഈസി ആയിട്ട് എന്നുള്ള ലെവലിൽ ഇവിടെ 8 വർഷമായിട്ട് ഇവിടെ തന്നെ ഈ ഒരു കോംപ്ലക്സിൽ തന്നെ ഇതാകെ ഒരു ഷോപ്പ് ഉണ്ടായതാ. ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒരു ഷോപ്പ് ഉണ്ടായതാ. ഇന്നിപ്പോ 9 ഷോപ്പ് ഫസ്റ്റ് ഫ്ലോർ മൊത്തത്തിൽ. വെച്ചാൽ ഓരോ ഷോപ്പിലും ഓരോരോ പ്രൊഡക്റ്റുകളാണ്. അതുകൂടാണ്ട് ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഇപ്പൊ ലോഞ്ച് ചെയ്യുന്നത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 2025 നമ്മൾ ലോഞ്ചിങ് ചെയ്യുന്നത്. സിംഗിൾ പീസിന്റെ പാക്കിംഗ് ആയിരിക്കും. ഇതേപോലെ എല്ലാം സിംഗിൾ പീസ്. നമ്മളൊരു ബണ്ടിൽ എത്ര പീസ്? 10 പീസ് വരും. 10 കളർ വരും. ഒരു സൈസ് കളർ മിക്സ് ആയിരിക്കും. ഒരു ബണ്ടില് കളർ. ഇത് സാധാരണ ഷോപ്പുകാർക്ക് ഈസി ആയിട്ട് ബുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തത്. ഇനി ഹോൾസെയിലേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളറിൽ 5 പീസ്, 10 പീസ്, 50 പീസ്, 500 പീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് നമുക്ക് എങ്ങനെ വേണം കൊടുക്കാം. ഇത് നമ്മള് ഓൺ മാനുഫാക്ചറിംഗ് ആണ്. ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, കമ്പനി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് 2 കമ്പനി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഈ കോംപ്ലക്സ് ഫുൾ ആയിട്ടുള്ള 9 മുറിയുണ്ട്. എല്ലാം ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോ ഒരു പുതിയതായിട്ട് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. 8 വർഷമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പ്രൊഡക്റ്റ് അല്ല, ഈ ഓപ്പൺ മാർക്കറ്റിൽ വരുന്ന പ്രൊഡക്റ്റ് അല്ല. അതിന് വേറെ തന്നെ പ്രൊഡക്റ്റുകളാണ്. ആർക്കെങ്കിലും കേരളത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വിളിക്കുക. 5 ലക്ഷം റുപ്യ മുടക്കണ്ടും ലൈഫ് ടൈം മാർജിൻ ആണ്. ബിസിനസ് ആണ്, ലൈഫ് ടൈം ബിസിനസ്. നേരിട്ട് വരികയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ വീഡിയോയിലൂടെ ഷാഫിന്റെ വീഡിയോയിലൂടെ തന്നെ ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന സംഭവമാണ്. ഈ മാസത്തിലാണ് ലോഞ്ച് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. അതേപോലെ തന്നെ 25+ മോഡൽസ് നമുക്ക് ബോട്ടം സെറ്റ് മാത്രമാണ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഇന്ത്യയിലും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പുറത്തും കൊടുക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ. ഒരു ഡിസ്ട്രിക്റ്റിലെ ഒറ്റ ഒരാളെ നമ്മൾ ചോയ്സ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് നമുക്ക് 2 LD എന്നുള്ളത് 2 എണ്ണം. LUCക്ക് EY ഉണ്ട്, LUCക്ക് Y ഉണ്ട്. LUCക്ക് Y ആണ്. ഇത് ലോഗോ വേറെയാണ്, ലക്കി ഡ്രീംസ്. അതേപോലെ തന്നെ LD എന്നുള്ളത് ഇത് വേറെയാണ്, ലക്കി ഡ്രീംസ്. ഇത് വേറെ. ഒന്ന് നമ്മൾ ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ കൊടുത്ത് മാർക്കറ്റ് ആക്കി എല്ലാവർക്കും അറിയാം. സാധാരണ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം LD എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വിടുക, ഒന്ന് ഡിസ്ട്രിബ്യൂട്ടറെ ഹാൻഡ് ഓവർ ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്കാണ് പോവുക. ആ പ്രൊഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ വരില്ല. അവർ ത്രൂ മാത്രമേ ഷോറൂംസിലേക്ക്, വലിയ വലിയ ഷോറൂംസിലേക്ക് പോവുള്ളൂ. പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും, ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും. ബാക്കി കമ്പനിക്കാർ കൊടുക്കുന്നതിനെക്കാട്ടി ബെസ്റ്റ് മാർജിൻ ആയിരിക്കും. അതേപോലെ ഡീലർസിനും അതേപോലെ കസ്റ്റമേഴ്സിനും നല്ല ഡിസ്കൗണ്ടുള്ള റേറ്റും കാര്യങ്ങളും ക്വാളിറ്റി വൈസും എല്ലാം ആയിരിക്കും. അതായത് 5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 5 ലക്ഷം രൂപ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നമ്മളെ ആ സപ്പോർട്ടിങ് ലൈഫ് ടൈം സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. കമ്പനി എല്ലായിടത്ത കാലം വരെ നമ്മൾ ആ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. ഒരു എക്സിക്യൂട്ടീവ് 2 ഡിസ്ട്രിക്റ്റിൽ മാർക്കറ്റ് ചെയ്യും. ആ ഡിസ്ട്രിബ്യൂട്ടറിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യും. അത് കമ്പനി വകയാണ്. ആ കമ്പനി തന്നെ അവർക്ക് സാലറി കാര്യങ്ങളുള്ള കമ്പനി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ടാർഗറ്റ് ആ ഡിസ്ട്രിബ്യൂട്ടർ റീച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റിസപ്ഷനിസ്റ്റ് കൊടുക്കും. അവരെ ഓഫീസിലേക്ക് സ്റ്റാഫിനെ കൊടുക്കും. അതിന് സാലറി കാര്യങ്ങളെല്ലാം ചെയ്യും. അത് ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റ് റീച്ച് ചെയ്യണം. റീച്ച് ചെയ്താൽ കമ്പനി ചെയ്യും. അതുപോലെ ഒരു ബാക്കപ്പ് സപ്പോർട്ട്. നിങ്ങളിപ്പോ ഒരു 5 ലക്ഷം റുപ്യ ഇന്നൊരു ബിസിനസ് കൊടുക്കണമെങ്കിൽ, ഒരു ഹോട്ടൽ കൊടുക്കണമെങ്കിൽ 10 ലക്ഷം റുപ്യയിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ല 500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു റൂം എടുത്താൽ തന്നെ 5 ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ. പിന്നെ ഇതിൽ താല്പര്യമുള്ള ആൾ ആരായി കഴിഞ്ഞാലും വരികയാണെങ്കിൽ അവരോട് വെൽക്കം ആണ്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ കൊണ്ടുപോയി കംപ്ലൈന്റ് ആയി, മാനുഫാക്ചറിങ് ഡിഫക്റ്റോ ഇല്ലെങ്കിൽ നൂല് പോയി, അല്ലെങ്കിൽ കളർ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കാൻ വാങ്ങിച്ചു വെക്കുക. പുതിയ പീസ് അവർക്ക് കൊടുക്കുക. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഭക്ഷണമോ ഓട്ടോ പേര് ബസ് പേര് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. കമ്പനി പേ ചെയ്യും. നമ്മൾ 8 വർഷമായിട്ടുള്ള, നമ്മളെ എല്ലാവരും പറയും 20 വർഷം 30 വർഷം എന്ന് പറയും. നമ്മൾ 8 വർഷമായിട്ടുള്ള ഈ ലൈനിൽ വന്നിട്ട് ഈ 8 വർഷമായിട്ട് ഈ ബ്രാൻഡ് ഉണ്ട്. അതിന്റെ ഗ്യാരണ്ടി അന്ന് മുതൽ ഇതുവരെ കൊടുക്കുന്നത്. 8 വർഷം മുന്നേ നമ്മൾ 35 രൂപ ലെഗിൻസ് കൊടുത്തത് കുട്ടികളത് സെയിം സൈസ് 4 വയസ്സ് മുതൽ. ഇന്ന് നമ്മൾ 45 കൊടുക്കുക. 8 വർഷത്തിന് ശേഷം 10 രൂപ
വ്യത്യാസം മാത്രമേ വരുള്ളൂ. അതിൽ ക്വാളിറ്റി വൈസിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ നാട്ടിൽ ഒരുപാട് മാനുഫാക്ചർ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്തായാലും എല്ലാവർക്കും കൂടുതൽ തന്നെ പോവാം. പക്ഷേ ഈ ക്വാളിറ്റി ഈ പ്രൈസിൽ ഈ ഒരു സംഭവം കൊടുക്കാൻ പറ്റില്ല. മാക്സിമം ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ പിന്നെ ലൈക്ര വരുന്നുണ്ട്, 90 രൂപ കിഡ്സിന്റെ സ്റ്റാർട്ട് ആവും. കിഡ്സിന്റെ ലൈക്ര അതേപോലെ തന്നെ 10 കളർ ഒരു ബണ്ടലിൽ 10 പീസ്. 10 പീസാണ് വരിക, 10 കളർ വരും. 10 കളർ. ഇനിയിപ്പോ വലിയ രീതിയിൽ എടുക്കുന്നവരാണെങ്കിൽ അതുപോലെ കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ സാധാരണ ഷോപ്പുകാർക്ക് മിക്സിംഗ് കളർ എടുക്കുമ്പോൾ ഈസി ആയിരിക്കും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, ഷാഫി ഇപ്പൊ കുറെ ബ്ലോഗ് ചെയ്തിട്ടുണ്ടോ, എവിടെയും ഈ ഡയമണ്ട് കട്ട് ഉണ്ടാവില്ല. ഇത് പിടിച്ചോ, 2 കണ്ണും പിടിച്ചോ, അതെച്ചാല് പേടിക്കണ്ട. എങ്ങനെ വലിച്ചു കഴിഞ്ഞാലും പ്രൊഡക്റ്റ് നമ്മളെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. പൊട്ടുന്ന നൂലിന്റെ വെച്ച പോലും വരില്ല. ഡയമണ്ട് കട്ട് ഉണ്ടാവും സെന്ററിൽ ഡയമണ്ട് കട്ട് ഉണ്ടാവും, ക്രോസ് ഉണ്ടാവും. ബയോവാഷ് ആണ് സാധനം വരിക. ബയോവാഷ് ഉണ്ട്, സിലിക്കോൺ വാഷ് ഉണ്ട്. 100% ഗ്യാരണ്ടിയോടെ വരും. സ്റ്റിച്ചിങ് എല്ലാം 5 ത്രെഡ് ഓവർലോക്ക് ആയിരിക്കും. എല്ലാം എല്ലാം ഫ്രഷ് ആയിരിക്കും. സെക്കൻഡ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ സർപ്പസിന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ 62 രൂപ കോട്ടൺ സ്റ്റാർട്ട് ആവും വുമൻസിന്റെ. ഡയറക്റ്റ് ഡീലേഴ്സ് എന്തെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഫുൾ ഗ്യാരണ്ടി ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ 62 രൂപ എടുത്തു കഴിഞ്ഞാൽ LD-ന്റെ ലേബിൾ ഉണ്ടാവും. ഇതെല്ലാം എക്സ്പോർട്ട് പോകുന്നതാണ്. നമ്മളായിരിക്കും 62 രൂപയ്ക്ക് എന്താ ഇവർ ചെയ്യാം. 62 രൂപ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ 10,000-20,000 പീസാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ചെറിയൊരു മാർജിനിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി മാർക്കറ്റ് സൈസ് ആണ് ഇത്. എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും നൂല് കാര്യങ്ങളൊന്നും വലിയില്ല. അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് ഗ്യാപ്പ് ഉണ്ടാവും, ഒരു തുള്ളി ഗ്യാപ്പ് ഉണ്ടാവില്ല. വുമൻസിന്റെ S മുതൽ 5XL വരെ സൈസ്, 5XL വരെ ഒരു പ്രോബ്ലം എല്ലാ സൈസിലും. ഇത് കഴിഞ്ഞാൽ പിന്നെ 68 199 രൂപ MRP വരും. ഇത് നമ്മുടെ LD-ന്റെ സൈസാണ്. LD-ക്ക് ഒരു സൈസ് ഉണ്ട്, അതായത് ബ്രാൻഡ് സൈസ് എന്ന് പറയാം. നമ്മള് ചില ബ്രാൻഡിന് എടുക്കും, ചെറിയ സൈസും വലുതുമില്ല. അതേപോലെ ബ്രാൻഡ് സൈസ് ആണ് ഇത്. നമ്മളെ സൈസാണ്, അത് മാർക്കറ്റിലുള്ള സൈസാണ്. നമുക്ക് എല്ലാ പ്രൈസ് റേഞ്ചിലും എല്ലാ റേഞ്ചിലും. ഞാൻ എന്താ പറയുക, ഈ പീസ് തന്നെ കാണിക്കുന്ന വെച്ചാൽ കളർ മാച്ചിങ് കാര്യങ്ങളെല്ലാം എല്ലാത്തിലും നമ്മളെ ബ്രാൻഡ് നെയിം LD ഉണ്ടാവും. LD ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാവും. എല്ലാം മാനുഫാക്ചറിങ്, ഓൺ മാനുഫാക്ചറിങ്. പിന്നെ 98 സ്റ്റാർട്ട് ചെയ്യും. 98 കോട്ടണിൽ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ലോഞ്ച് ചെയ്ത് കുറച്ചായി ലോഞ്ച് ചെയ്തിട്ട് വെച്ചാൽ ഇതിലും ഡയമണ്ട് കട്ട് വരും, 4 സ്റ്റിച്ച് വരും. 180 GSM ആണ്. ഇതിലും ഡയമണ്ട് കട്ട് വരും. ഡയമണ്ട് കട്ട് സൈസ് കാര്യങ്ങൾ, തുണിയുടെ തിക്നെസ് എല്ലാം മാറും. 10 രൂപ കൂടുമ്പോൾ എല്ലാം മാറും. പിന്നെ ഇവിടെ ലൈക്ര സ്റ്റാർട്ട് ചെയ്യുന്നത് 125 മുതൽ. ബൾക്ക് എടുക്കുന്നവർക്ക് വേറെ തന്നെ റേറ്റ് ആയിരിക്കും. ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് അതിന്റെ റേറ്റ് വേറെ തന്നെ ആയിരിക്കും. പക്ക ക്വാളിറ്റി ആയിരിക്കും. എങ്ങനെ വലിച്ചു കഴിഞ്ഞാലും, എത്ര വലിച്ചു കഴിഞ്ഞാലും ഒന്നും ആവില്ല. എത്ര വേണമെങ്കിൽ വലിച്ചു കഴിഞ്ഞാലും ആ സാധനം റബ്ബർ പോലെ വലിയും. ഇത് ലൈക്രയിൽ സ്റ്റാർട്ടിംഗ് ബയോവാഷിൽ 125 രൂപ. 125 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഇതിന്റെ ആംഗിൾ ലെങ്ത് 115 രൂപ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 135 സ്റ്റാർട്ട് ചെയ്യും. ഡയമണ്ട് കട്ട് വരുന്നത് ISO സർട്ടിഫൈഡ് കമ്പനിയാണ് കേട്ടോ. 125 സ്റ്റാർട്ടിംഗ്. എന്താ അതിന്റെ വ്യത്യാസം? സിലിക്കോൺ വാഷ് ആണ്. ബയോവാഷ് സിലിക്കോൺ. ഇതിൽ 4 സ്റ്റിച്ചിങ് വരും. ഉള്ളിൽ മഫ്ലോൺ ടേപ്പ് ഉണ്ടാവും. അതായത് 10 രൂപ കൂടുമ്പോൾ അതിന്റെ പാക്കിംഗ് സ്റ്റൈല് കാര്യങ്ങളെല്ലാം മാറും. ഇതും വലിച്ചോ, അതായത് വലിച്ചോ, എല്ലാം കട്ടി എങ്ങനെ വേണമെങ്കിൽ വലിച്ചോ. എത്ര വലിക്കുകയാണെങ്കിൽ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആയിരിക്കും. കളർ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മണപ്പിച്ച് നോക്കിയാൽ ഡെയിങ്ങിന് സ്മെല്ല് പോലും ഉണ്ടാവില്ല. ഒരു സ്മെല്ല് പോലും വരില്ല. അത്രയും പെർഫെക്ഷൻ ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻ്റെനൻസ് ആണ്. ഇത് തന്നെയാണ് 100% ഗ്യാരണ്ടിയിൽ കൊടുക്കുന്നത്. നമ്മുടെ സാധനങ്ങൾ ഫുൾ ഗ്യാരണ്ടിയാണ്. ബയോവാഷിലുണ്ട്. നമ്മൾ എല്ലാത്തിനും മെൻഷൻ ചെയ്ത് സെയിം റേറ്റ് ഉണ്ട്. 135 ഡയമണ്ട് കട്ടിൽ. അതെ, എങ്ങനെ വലിച്ചു കഴിഞ്ഞാലും പെർഫെക്റ്റ് ആയിരിക്കും സാധനം. ഇത് വന്നിട്ട് 5XL വരെ നമ്മുടെ അടുത്തുണ്ട് സൈസ്. എങ്ങനെയാണ് വലിച്ചത്, എത്ര കാര്യങ്ങളൊന്നും ആവില്ല. അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. ഒരു പൊട്ടുന്ന ഒച്ച ഉണ്ടാവില്ല. അയച്ചാൽ ഒരു സൗണ്ട് ഉണ്ടാവില്ല. ലൈക്ര കട്ടാവില്ല. നിങ്ങൾക്ക് എല്ലാത്തിന്റെ മുകളിലും പാക്കിംഗ് ആയിരിക്കും. MRP ആയിരിക്കും. സിംഗിൾ പീസ്. പട്ടിയാല MRP ആയിരിക്കും. പ്രിന്റഡ് പട്ടിയാലാണ്. പട്ടിയാല മാർക്കറ്റിൽ 89-90 രൂപ മാർക്കറ്റിൽ കൊടുക്കും. ചെറിയ സൈസ്. നമ്മളെല്ലാം വെച്ചാൽ സൈസ് വൈസ് ബ്രാൻഡ് സൈസ്. എല്ലാം മുതൽ 3XL വരെ സൈസ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത ഉണ്ട് വെച്ചാൽ റോപ്പ് ഉണ്ടാവും. അത് കൂടാണ്ട് നൂല് വലിയൂല. മാർക്കറ്റിൽ ഒരു സാധനം എടുത്ത് വലിക്കുമ്പോൾ എല്ലാം പൊട്ടും. 100% നിങ്ങൾ പോയി നോക്കിയാൽ സൗണ്ട് വരും, ഓപ്പൺ ആവും. ഇത് എന്ത് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈസ് പ്രത്യേകതയുള്ള സൈസാണ്. ഇത് ഏതാ സൈസ് വരുന്നത്? ഡബിൾ എക്സൽ. ഇതിൽ ഏത് സൈസ് വരുന്നുണ്ട്? ഇതിൽ S മുതൽ 3XL വരെ ഉണ്ട്. 3XL വരെ ഉണ്ട്. ഇത് സാരി ഷേപ്പ് വരാണ്. 185 മുതൽ സ്റ്റാർട്ടിങ്. 185. ഇതിന്റെ അകത്ത് LD ഉണ്ടാവും. ഇതിന് ലോഗോ ഉണ്ടാവും. എല്ലാത്തിന്റെ മുകളിൽ നമ്മുടെ പേരുണ്ടാവും. ബ്രാൻഡ് നെയിം ഇല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല. LD പ്രിന്റഡ്. ഇതിന്റെ സൈസ് കാര്യങ്ങൾ ക്വാളിറ്റി വൈസ് എല്ലാം സിലിക്കോൺ എല്ലാത്തിനും ഉണ്ട്. ഇതിൽ LXL XL. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ്. 200 GSM. 200 GSM. ഇതാണ് ഇതിന്റെ പാക്കിംഗ് സ്റ്റൈൽ വരിക. നല്ല ക്വാളിറ്റി, ഹൈ റേഞ്ച് ക്വാളിറ്റി. ഇത് വന്നിട്ട് ടിൻബർഡ്സിന്റെ മോഡലാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ലോഗോ ഉണ്ടാവും. ലോഗോ പ്രിന്റഡ് ആണ്. കാലിൽ ലെഗിൽ ലോഗോ ഉണ്ടാവും. ബെൽറ്റ് ആയിരിക്കും. വലിയ ബെൽറ്റ് ആയിരിക്കും. ടിൻബർഡ്സിന്റെ മോഡലാണ് ഈ സാധനം. ഏത് തുണിയും വിളിക്കാം. നമ്മളെ ഒരു തുണി എന്നല്ല, ഏതായാലും നമുക്ക് വിളിക്കാം. ഇത് 185 മുതൽ 205 ഫിനിഷ് ആയി. 185 സ്റ്റാർട്ടിങ്. എല്ലാ സൈസും ഉണ്ട്. ഇത് അതിൽ തന്നെ 150 GSM. എല്ലാം 5 ത്രെഡ് എല്ലാം ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ ബ്രാൻഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം കൊടുത്ത് ഞാൻ നടക്കില്ല. പിന്നെ അതേപോലെ ജഗീൻസ് 75 റുപ്പീസാണ്.
75 രൂപ. 75 റുപ്യ ഫ്രീ സൈസ്. LDന്റെ ലോഗോ ഉണ്ടാവും. LDന്റെ ലോഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും വെക്കാൻ പറ്റില്ല. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇത് ഓയി തുണിയിൽ വരുന്നതാണ്. ഓയി തുണിയിൽ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. 10 പീസ് 10 കളർ ഒരു ബണ്ടലിൽ എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ആവും. ഫ്രീ സൈസ് ആണ്. എത്ര വണ്ണുള്ളവർക്ക് യൂസ് ചെയ്യാം. എത്ര വണ്ണുള്ളവർക്ക് യൂസ് ചെയ്യും. 10 കളർ ഇതുപോലത്തെ പാക്കിംഗ് വരിക. പെൻസിൽ പാന്റ് ഇത് 185 റുപ്പീസ്. 185. ലൈക്രയിലാണ് വരുന്നത്. 2 പോക്കറ്റ് ഉണ്ടാവും. ഡയമണ്ട് കട്ട് വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് ആ താഴെ കട്ടിംഗ് ഉണ്ട്. ചെറിയൊരു കട്ടിംഗ് ഉണ്ടാവും. ഇത് പിന്നെ കുർത്തി പാന്റ് 195 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 195. അതായത് കുർത്തി പാന്റ് സ്ട്രേറ്റ് പാന്റ് എന്ന് പറയില്ലേ, നമ്മള് സിഗരറ്റ് പാന്റ് എന്ന് പറയില്ലേ. സിഗരറ്റ് പാന്റിന്റെ മൊട്ട് വരും. നമ്മളതിന് മൊട്ട് ഉണ്ടാവില്ല. സ്ട്രേറ്റ് പാന്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു കട്ടിംഗ് വരും. കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റിച്ചിങ് ഉണ്ട്. പിന്നെ അതുപോലെ ബെൽറ്റ് ഹൈ ക്വാളിറ്റി ആയിരിക്കും. സൈസ് എല്ലാം പക്ക ബിഗ് സൈസ് ആയിരിക്കും. 2 പോക്കറ്റ് ഉണ്ടാവും. ലൈക്ര ആയിരിക്കും. സ്ട്രെച്ചബിൾ ആണ്. ഇത് പ്ലാസോ പാന്റ് പ്ലെയിൻ പ്രിന്റ് 89 റുപ്യ റയാനില്. നമ്മൾ കൊടുവായൂർ പോലെ എങ്ങനെയെങ്കിലും അടിച്ച് തരാന്നല്ല. സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം നീറ്റ് ആയിരിക്കും. അറിയാവുന്നതാണ് ഇത് വരും. 89 രൂപ സ്റ്റാർട്ട് ചെയ്യും. പ്ലെയിൻ പ്രിന്റ് അങ്ങനെ കളർ മിക്സ് ആയിട്ടല്ലേ മിക്സ്. ഒരു ബണ്ടല് 10 കളർ 10 പീസ് ഉണ്ട്. ഇതുപോലത്തെ പ്രിന്റ് ഉണ്ട്. ഇത് വന്നിട്ട് സെലീന ഫാബ്രിക്. സെലീന ഒറിജിനൽ ആണ്. 28 kg ഒറിജിനൽ സാധനമാണ്. 100 റുപ്യ സാധനം. ഇതിൽ ഒറ്റ സൈസാ. ഫ്രീ സൈസ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ല തുണിയായിരിക്കും. 100% ഗ്യാരണ്ടി ഉള്ള തുണിയായിരിക്കും. സ്റ്റിച്ചിങ് പക്ക ഗ്യാരണ്ടി ആയിരിക്കും. ഇത് എലിഫന്റ് പ്ലാസോ പോക്കറ്റ് ഉണ്ടാവും. ഇതിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ 195. വിത്ത് പോക്കറ്റ് ഇതവിടെ പോക്കറ്റ് ഉണ്ടാവും. ഒരു പോക്കറ്റ് ഉണ്ടാവും. LDന്റെ ലോഗോ എല്ലാത്തിലും ഉണ്ടാവും. ഒറ്റ സൈസ് ആണ് വരുന്നത്. അത് ഒറ്റ സൈസ്. ഫ്രീ സൈസ്. ഇത് ആംഗിൾ ലെന്ത് ലെഗിൻസ് 115 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോട്ടണിൽ ആംഗിൾ ലെന്ത് വന്നിട്ട് 65 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ലൈക്ര. ഇതിന്റെ പ്രത്യേകത 200 GSM ബെൽറ്റ് മോഡൽ. ഇതിലും ഡയമണ്ട് കട്ട് ഉണ്ട്. എങ്ങനെയും സൈസ് വരും. വലിക്കാം പെർഫെക്റ്റ് ആയിരിക്കും. 200 GSM. ഇതില് LXL 3XL വരെ വരുന്നുണ്ട്. ഇത് ഷിമ്മർ ലെഗിൻസ് ആണ്. ചൈന സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ സാധനം ഇന്ത്യൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഓൺ മാനുഫാക്ചറിംഗ്. പുറത്തുനിന്നല്ല കാണാം. ഇതും 4 വേ ഇതും സ്റ്റിച്ചും കാര്യങ്ങളൊന്നും കൂടുതൽ അത്രയും പക്ക ക്വാളിറ്റി ആയിരിക്കും. ഇതിൽ 10 കളർ 165 രൂപ റേറ്റ്. ഇതിന് മിനിമം പർച്ചേസിംഗ് വരാച്ചാല് വീട്ടിലെല്ലാം വെച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ മിനിമം 5500 രൂപയ്ക്ക് മിക്സ് ചെയ്തെടുക്കാം. 5500 രൂപയ്ക്ക് മിക്സ് ചെയ്തെടുക്കാം. ലെഗിൻസ്, പട്ടിയാല, പ്ലാസോ, ഷോള്, പാന്റീസ് കാര്യം ഒന്നും കിട്ടൂല അവർക്ക്. എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ആ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ആംഗിൾ ലെന്ത് ഞാൻ പറഞ്ഞില്ല 115 125 സ്റ്റാർട്ടിങ് ഉണ്ട്. അത് എലാസ്റ്റിക് ടൈപ്പ് മോഡൽ. എല്ലാത്തിനും മുകളിൽ ISO സർട്ടിഫൈഡ് കമ്പനിയുടെ പ്രിന്റ് ഉണ്ടാവും. കാര്യങ്ങൾ 100% ഗ്യാരണ്ടി ആയിരിക്കും. കളർ കാര്യങ്ങൾ. അതുകൂടാണ്ട് അതർ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഷാഫിന്റെ പേരിൽ വേണോ, ഷാഫിന്റെ ഫോട്ടോ വേണമെങ്കിൽ മിനിമം 1200 പീസ് 10 കളർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ആംഗിൾ ലെന്ത് 120 എങ്ങനെ വേണമെങ്കിൽ വലിക്കാം. ഒന്നുമല്ല, 100% ഗ്യാരണ്ടി ആകും. എല്ലാം ബയോ വാഷ്, സിലിക്കോൺ വാഷിൽ വരുന്ന സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞ കോട്ടണിൽ 65 രൂപ ആംഗിൾ ലെന്ത്. 65 രൂപ ആംഗിൾ ലെന്ത് കോട്ടണിലാണ്. എല്ലാത്തിനും മുകളിൽ MRP ടാഗ് കാര്യങ്ങളുണ്ടാവും. ഒന്നും ലോക്കലായിട്ട് ഉണ്ടാവും. എല്ലാം പക്ക ക്വാളിറ്റി കാര്യങ്ങൾ. അതിന്റെ അയറൺ ചെയ്തതും ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം പക്ക ആയിരിക്കും. ഇത് നൈറ്റ് സെറ്റ്. ഇതിങ്ങനെ 2 സെറ്റായിട്ട് വരും. 10 പീസ്. ഒരു പാന്റ് ടീഷർട്ടിന് സെറ്റ് വരുന്ന 10 പീസ് 10 കളർ 155 രൂപ റേറ്റ് വരും. 195 രൂപ റേറ്റ് വരും. S, M, L, XL, XXL എല്ലാത്തിലും ബ്രാൻഡ് സൈസ് ആണ്. ലോക്കൽ സൈസുകളൊന്നുമില്ല. 80 രൂപയാണ് സ്റ്റാർട്ടിങ്. അതായത് ഒരു ബണ്ടൽ 50 പീസ് 50 പീസ് 5 സൈസ് 10 കളർ 10 പ്രിന്റ്. ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഷോളുകൾ 25 മുതൽ ഷോൾ സ്റ്റാർട്ട് ചെയ്യും. 25 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് 69 ഫൈനലായി നമ്മളെ ക്വാളിറ്റി ഷോള്. ഇതിൽ എത്ര പീസാ? ഇത് നാസ്മിൻ 20 പീസ്. ഇത് നാസ്മിൻ ഷോള് 69 ഫസ്റ്റ് ക്വാളിറ്റി. 69 മാർക്കറ്റിൽ 89 നമ്മൾ 69 രൂപക്ക് ഫൈനലായി സാധനം. ഷോളിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. കാണിക്കാൻ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഇതിൽ ഒരുപാട് ആൾക്കാർ ബോറായിരിക്കും. അപ്പൊ വന്നു കഴിഞ്ഞാൽ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ സ്ക്രീനിൽ നമുക്ക് റീസെയിലേഴ്സിനുള്ള നമ്പർ ഉണ്ട്. റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീട്ടിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഓർഡർ എടുക്കാൻ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കും. കൊറിയർ ഒരു അഡ്രസ് തന്നു കഴിഞ്ഞാൽ അവരെ ഫ്രം എഴുതി നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കും. വീട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാതെ ഓൺലൈനിൽ ഇപ്പൊ എല്ലാവർക്കും ചെയ്യുന്നത്. ഇപ്പൊ നമ്മളോട് കളർ കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ ഇപ്പൊ അവരൊരു ഓർഡർ എടുക്കുക, അവർ പേയ്മെന്റ് വാങ്ങിക്കുക. ആ പേയ്മെന്റ് നമ്മളെ പേയ്മെന്റ് നമുക്ക് നമ്മൾ അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കും. അവരുടെ അഡ്രസ് വെച്ച് അവർക്ക് പാക്ക് ചെയ്യേണ്ട, കൊറിയർ ചാർജ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഹോൾസെയിൽ റേറ്റ് നമ്മൾ റീസെയിലേഴ്സിനായിട്ട് ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഹോൾസെയിലേഴ്സിന് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഡീലർസിന് ഒരു നമ്പർ ഉണ്ട്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേറെ തന്നെ നമ്പർ. എല്ലാവരും കൂടി മൊത്തത്തിലാകുമ്പോൾ കൺഫ്യൂഷൻ ആവാതെ അതിൻ്റെതായ രീതികളിൽ. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എല്ലാം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉള്ള ആൾ വരികയാണെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക, സംസാരിക്കുക. പ്രിന്റഡ്
ഷോൾ പ്രിന്റഡ് ഷോൾ അല്ലേ? ഇത് പാക്ക് വരും. ഇതിൽ എത്ര പീസ? 10 പീസ് വരും. 10 പീസ് എംബ്രോയിഡിംഗ് കളർ അല്ലേ? 10 കളർ 10 പീസ് എംബ്രോയിഡറി ഗ്ലാസ് ഒക്കെ വരുന്നത് 79 റുപ്യ. മഫ്തക്ക് പകരം ഇടുന്ന ക്യാപ്പ് ഇത് 35 രൂപ. ഓക്കെ, നമ്മൾ മഫ്തക്ക് കുത്തുന്നതിനനുസരിച്ച് ഒരു ബണ്ടൽ 12 പീസ് 12 കളർ. അപ്പൊ ആർക്കെങ്കിലും ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവരുടെ സ്ഥാപനത്തിന്റെ ഡീലർഷിപ്പ് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ജില്ലയിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് ഡീലർഷിപ്പ് കൊടുക്കും എന്നുള്ള പേടി വേണ്ട, ഇല്ലല്ലോ? ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആണ്. അതെ, ബ്രാൻഡ് നെയിം ഉണ്ട്, LD ബ്രാൻഡ്. ഒറ്റൊരാൾക്ക് കൊടുക്കും. അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ, റീസെല്ലേഴ്സിന് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് റീസെല്ലേഴ്സിന് സെപ്പറേറ്റ്, ഡീലറിന് വേറെ, അതേപോലെ തന്നെ ഹോൾസെയിലേഴ്സിന് വേറെ, ഡിസ്ട്രിബ്യൂട്ടറിന് വേറെ തന്നെ ഉണ്ട്. അപ്പൊ കാദർപേട്ട് തിരുപ്പൂരാണ് സ്ഥാപനം ഉള്ളത്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കാദർപേട്ടിൽ റെയിൽവേന്റെ നേരെ അടുത്ത് തന്നെയാണ്. എല്ലാ ലേഡീസിന്റെ ബോട്ടം വെയറിൽ വരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. വളരെ കുറഞ്ഞ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കാണിച്ചു, കമ്പനിയും കൂടെ ഒന്ന് കാണാം. ഇവരുടെ പാക്കിംഗ് സെക്ഷൻ ആണ്. ഇത് കട്ടിങ് അല്ലേ? ഇത് കട്ടിങ്, ഇതെല്ലാം പാന്റീസിലുള്ളതാണ്. എക്സ്പോർട്ടിലേക്കുള്ള പാന്റീസിന്റെ സാധനങ്ങളാണ്. ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് വന്ന സാധനങ്ങളാണ്. ലെഗിൻസ് പ്ലാസോ എന്നിട്ട് പാക്കിങ് ചെയ്യുക, ഇതെല്ലാം സ്റ്റിച്ചിങ് ചെയ്ത് വന്ന സാധനങ്ങളാണ്. ഏത് സാധനം എടുത്താലും പെർഫെക്റ്റ് ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിലൊന്നും സംഭവമല്ലേ. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിന് കൊടുക്കാൻ വെച്ച സാധനമാണ്. വെച്ചാൽ ഇതിന്റെ പ്രത്യേക സൈസ് കാര്യങ്ങളെല്ലാം വേറെ തന്നെ ആയിരിക്കും. ഇത് ഈ ഫാബ്രിക് ഓരോ റോള് നമ്മൾ എടുക്കൂല. ഒരു കളറിൽ 300 കിലോ എടുക്കും. 300 കിലോ റോള് കണ്ടാൽ തിരിയാൻ പറ്റും. ഇത് നമ്മൾ സെലീന പ്ലാസോ ഇതുണ്ട്. എല്ലാം ഓരോ കളറിലും ഒത്തിരി റോൾസ് ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത ബാക്കിയുള്ള പാന്റീസിലുള്ള പ്രിന്റ് ആണ്. ഇത് ഫാബ്രിക്, ഇത് കട്ടിങ് നമ്മുടെ ടേബിൾ ആണ്. ഇതൊരു യൂണിറ്റ് ആണ്. ഇത് എക്സ്പോർട്ടിന്റെ ആണ്. മറ്റേ ഡൊമസ്റ്റിക് അപ്പുറം ഉണ്ട് യൂണിറ്റ്. 2 യൂണിറ്റ് ഉണ്ട്. നമ്മൾ റിലാക്സ് എല്ലാവരും എന്താ വെച്ചാൽ ഇട്ടപാട് കട്ട് ചെയ്യും. നമ്മളെല്ലാ സാധനം ഇട്ട് അതിനെ റിലാക്സ് ചെയ്തതിനു ശേഷം കട്ട് ചെയ്യും. ടൈം എടുത്തിട്ടില്ലെങ്കിൽ എന്താ പറയാ, ഷിങ്കേജ് നമ്മള് സ്റ്റിച്ചിങ് ഇട്ടപാട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ വെള്ളത്തിലിടുമ്പോൾ ഷിങ്കേജ് ആവും. റിലാക്സ് ചെയ്തിട്ടിടുമ്പോ ഒരുപാട് അതിനുവേണ്ടി ഇട്ട് വെക്കാം. വിരിച്ചു വെച്ച് കുറെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യും. അതെ, വിരിച്ചു വെച്ചാൽ കുറെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യും. വിരിച്ച് ഒരു ദിവസം കഴിയും നമ്മൾ കട്ട് ചെയ്യണം. പിറ്റേ ദിവസം നമ്മൾ കട്ട് ചെയ്യും. എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്താ പറയുക, ഷിങ്കേജ് ആയി കഴിഞ്ഞാൽ ബ്രാൻഡ് നെയിം അങ്ങ് പോയി. പാന്റീസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ LD പാന്റീസ് ആണ്. പ്രിന്റഡ് ആയിട്ട് LD. ഇത് പ്ലെയിനിൽ വന്നിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് എക്സ്പോർട്ട് പോകുന്ന സാധനം. റേഞ്ച് വരുന്നത് റേഞ്ച് ഇത് പാന്റീസ് നമ്മൾ എക്സ്പോർട്ടിലേക്ക് 55 രൂപ 45 മുതൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്പോർട്ടിലേക്കാണ്. അത് വന്നിട്ട് 12,000 15,000 പീസാണ്. 68 മുതൽ ഇതുപോലത്തെ പീസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഇതിന്റെ LD വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ LD. ഇപ്പൊ പക്ക ക്വാളിറ്റി ആയിരിക്കും. എക്സ്പോർട്ടിലേക്ക് പുറത്തു വന്ന ബോക്സ് ടൈപ്പ് അല്ലേ? ഓരോ സൈസും ഓരോ മോഡലും വേറെ തന്നെ ആക്കിയുള്ളൂ. ഇപ്പൊ ഈ ആഴ്ചയിൽ മോഡൽ സാധനങ്ങളാണ്. ഇത് നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റ് അല്ലേ? അതെ, രണ്ടാമത്തെ യൂണിറ്റ്. ഓക്കെ. മേലെ പാക്കിംഗ്, പാക്കിംഗ് മേലെ. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാല് നമ്മളെ ഷോപ്പിലേക്ക് നമ്മൾ ഇന്ത്യയിലേക്കുള്ള സാധനങ്ങൾ കാര്യങ്ങള് കൊടുക്കാനും പിടിക്കാനും ഇത്തിരി നമ്മൾ സാധനം ചെയ്യുന്നുണ്ട്. പട്ടിയാല ഫാബ്രിക് എല്ലാം റിലാക്സ് ചെയ്തിട്ട് കട്ട് ചെയ്യും. ഇത് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യൂല. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് ഇത് സംഭവം. ഇല്ലെന്താ റിലാക്സ് ആയിട്ടില്ലെങ്കിലേ കസ്റ്റമർ നമ്മൾ ഇത്തിരി ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഞാൻ പറഞ്ഞ ഗ്യാരണ്ടി ആള് കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാല് സാധനം എടുത്തിട്ട് പോവാ. ബസ് ഫെയറും ബ്രേക്ക്ഫാസ്റ്റിന്റെ പൈസ ചോറ്റിന്റെ പൈസ എല്ലാം ഓട്ടോ ഫെയർ അല്ലേ ഞാൻ തരാൻ. നമ്മൾ ഇത്രയും ഗ്യാരണ്ടി വേണമെങ്കിൽ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് അവിടെ ഇട്ട് റിലാക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് വിരിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചാൻസ് ഉണ്ട്. വലിയ ചാൻസ്. ഇത് ഷിമ്മർ ലെഗിൻസ് ആണ്. ഷിമ്മറിനെല്ലാം കട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോ സ്റ്റിച്ചിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഷിമ്മറിന്റെ കട്ട് ചെയ്ത് ഇത് പാന്റീസിന്റെ പാന്റീസിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തല്ലേ? ഇതിലാണ് ഇതിപ്പോ റിലാക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോള്. പിന്നെ ഇത് സെലീന മെറ്റീരിയൽ മെറ്റീരിയൽ ഫുൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ റോള് വെയിറ്റ് നോക്കിയിട്ടാണ് കട്ട് ചെയ്യുക. വെയിറ്റ് നോക്കി കട്ട് ചെയ്ത് സിങ്കേജ് കാര്യങ്ങളെന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലാവും, അറിയാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചത്. അതായത് ബ്രാൻഡ് ആണല്ലോ. ബ്രാൻഡ് അൺബ്രാൻഡാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാം. ഞാൻ ഇത്രയും ഗ്യാരണ്ടി കൊടുത്തിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പണി കിട്ടും. ഇവിടെ പാക്കിംഗ് അല്ലേ? സാധനങ്ങളെല്ലാം പോയി. ഇപ്പോഴത്തെ സാധനങ്ങൾ വരുന്നത് തിങ്കളാഴ്ച വരാൻ നോക്കാം. പൊങ്കൽ കഴിഞ്ഞിട്ട് എല്ലാം കുറെ ലീവ് കഴിഞ്ഞ് ഇപ്പൊ തുടങ്ങുന്നുള്ളൂ, സ്റ്റാർട്ട് ആകുന്നുള്ളൂ. ഇത് നമ്മുടെ സ്ലബ് ലൈക്ര പാന്റ്, സ്റ്റേറ്റ് പാന്റ്, കുർത്തി അത് നന്നായിട്ട് പാക്കിംഗ് ആയിരുന്നു. ഇതിങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടാണ് ഷോപ്പിലേക്ക് പോവാം. ഇതേപോലെ 22 കേജസ് സെറ്റ് ആക്കി വെക്കും അല്ലേ? സെറ്റ് ആക്കി ഇടുന്ന ഷോപ്പിലേക്ക് പോയി. പൊങ്കൽ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ആകുന്നു. പൊങ്കൽ 10-20 ദിവസം ലീവാ.